Next topic is shaving cream. Shaving cream നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. It is applied to the skin to facilitate removal of hair. ഷേവിംഗ് ക്രീം എന്താ, അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇറ്റ് സോഫ്റ്റൻസ് ആൻഡ് മോയ്സ്റ്റൻസ് ദ സ്കിൻ ആൻഡ് ദി ഹെയർ ആൻഡ് ദിസ് മേക്കിംഗ് ഷേവിംഗ് മോർ കംഫർട്ടബിൾ. ഓൾസോ ഇറ്റ് മേക്സ് ദ സ്കിൻ സ്മൂത്തർ. ഷേവിംഗ് ക്രീം കോമൺലി an emulsion of oil or soaps with water. നമുക്ക് ക്ലാസ്സസ് ഓഫ് ഷേവിംഗ് പ്രിപ്പറേഷൻസ് നോക്കാം. സ്റ്റിക്സ് ആൻഡ് പൗഡേഴ്സ് ഉണ്ട്, ഷേവിംഗ് സോപ്സ് ഉണ്ട്, അതേപോലെ ഷേവിംഗ് ക്രീംസ് ഉണ്ട്. ഷേവിംഗ് സോപ്സ് ഈസ് എ ഹാർഡ് സോപ്പ് ആൻഡ് ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് കോക്കനട്ട് ഓയിൽ സോപ്പ് ആൻഡ് പാം ഓയിൽ സോപ്സ് ഫോർ കിക്ക് ആൻഡ് സ്റ്റേബിൾ ലെതറിങ്. അതേപോലെ തന്നെ സൂപ്പർ ഫാറ്റിംഗ് ഏജൻറ്റ്സ്, അത് ടാൽക്ക്, ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഷേവിംഗ് സോപ്പ്. ഷേവിംഗ് പൗഡേഴ്സ്, അത് കോമൺലി ബാർബേഴ്സിൻ്റെ അടുത്താണ് ഉണ്ടാകുന്നത്. അതെന്താ ചെയ്യുന്നത്, ഒരു മഗ്ഗിലേക്ക് പൗഡർ ആഡ് ചെയ്തിട്ട് വാട്ടറും ആഡ് ചെയ്യുക, ദെൻ ഒരു ഷേവിംഗ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ലെതർ പ്രൊഡ്യൂസ് ചെയ്യാം. ഷേവിംഗ് പൗഡേഴ്സ് ഒന്നും കൂടെ നല്ലതാണ് എന്നുള്ള ഒരഭിപ്രായമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഫ്രഷ് ക്വാണ്ടിറ്റി ഓഫ് പൗഡർ വാസ് യൂസ്ഡ് എവറി ടൈം. അടുത്തത് ഷേവിംഗ് സ്റ്റിക്സ് ആണ്. ഇത് അത്ര പോപ്പുലർ അല്ല കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ. ഫോമുലേഷൻ ലോജിക്കൊക്കെ എന്തിന് സെയിം ആണ്? ഷേവിംഗ് സോപ്പിന് സെയിം ആണ്. മെയിനായിട്ടുള്ള റോ മെറ്റീരിയൽസ് വാട്ടർ, സ്റ്റിയറിക് ആസിഡ്, ട്രൈ എത്തനോളമൈൻ, ലെനോലിൻ, ഗ്ലിസറിൻ, പോളിയോക്സി എത്തിലിൻ സോർബിറ്റിൻ മോണോസ്റ്റിയറേറ്റ്, ലോറസ് 23, ലോറിൽ സൾഫേറ്റ്, വാക്സസ് ആൻഡ് കൊക്കമൈഡ്സ്, മീഥൈൽ പാരാബൻ, ഈഥൈൽ പാരാബൻ. These are the main ingredients of the shaving cream. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് സ്റ്റിയറിക് ആസിഡ്, വൺ ഓഫ് ദ മെയിൻ ingredient in soap making, and also triethanolamine. It is a surfactant which does the job of soap. Then another one, lanolin and polyoxyethylene sorbitol monostearate. Both are emulsifiers which hold water to the skin. പിന്നെ യൂസ് ചെയ്യുന്ന ഗ്ലിസറിൻ, ഇറ്റ് ഈസ് an emollient. It makes the skin softer and more supple. ഡിഫറെൻറ്റ് ബ്രാൻഡ് ഷേവിംഗ് ക്രീംസ് നമ്മൾ എടുക്കുമ്പോൾ അതിലുള്ള ഡിഫറൻസസ് എന്താണ്, ബ്രാൻഡ്സിലുണ്ടാവുന്ന ഡിഫറൻസ്? ഒന്ന്, അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദ പ്രൊപ്പോർഷൻസ് ഓഫ് ഇൻഗ്രീഡിയൻസ്. സെക്കൻഡ്, ഇൻ ദ പ്രോസസ്സിങ് മെത്തേഡ്. തേർഡ്, ചോയ്സ് ഓഫ് ഇൻഗ്രീഡിയൻസ്. അതായത് ഇൻഗ്രീഡിയൻസ് മീൻസ് എമൽസിഫേഴ്സ്, പെർഫ്യൂംസ് ഒക്കെ. ചോയ്സ് ഓഫ് എയറോസോൾ, പ്രൊപ്പല്ലൻറ്റ്. ചില മിക്സേഴ്സിൽ ഒന്നിൽ കൂടുതൽ പ്രൊപ്പല്ലൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ബ്യൂട്ടൈന്, ഐസോ ബ്യൂട്ടൈനൊക്കെ അതിന് എക്സാമ്പിളാണ്. ഈ ടേബിൾ കാണിക്കുന്നത് കമ്പാരിസൺസ് ബിറ്റ്വീൻ ഷേവിംഗ് ക്രീം, ഷേവിംഗ് ഫോം ആൻഡ് ഷേവിംഗ് ജെല്ല്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഷേവിംഗ് ക്രീം എന്ന് പറഞ്ഞാൽ ഒരു ഓയിൻമെൻറ്റ് പ്രിപ്പറേഷനാണ്. ഷേവിംഗ് ഫോം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പ്രിപ്പറേഷനാണ്. ഷേവിംഗ് ജെല്ലാണെങ്കിൽ ഒരു ജെല്ലി പ്രിപ്പറേഷൻ ആയിരിക്കും. ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഷേവിംഗ് ക്രീമാണ്. പിന്നെ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ളത് ഷേവിംഗ് ജെല്ല്. ദീസ് ആർ സം പോപ്പുലർ ബ്രാൻഡ്സ്. Next topic is shampoo. A shampoo is a hair care product. അതിൻ്റെ ഫോമർ വിസ്കസ് ലിക്വിഡ് ആയിരിക്കും, ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് ഹെയർ ടു റിമൂവ് ഡേർട്ട്, ഡാൻഡ്രഫ്, പൊല്യൂട്ടൻസ് ആൻഡ് അതർ കണ്ടാമിനൻസ്. ഐഡിയൽ പ്രോപ്പർട്ടീസ്, ഷാംപൂവിൻ്റെ ഐഡിയൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാവണം? ഇറ്റ് വിൽ മേക്ക് ദ ഹെയർ സ്മൂത്ത് ആൻഡ് ഷൈനി ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് ഗുഡ് എമൗണ്ട് ഓഫ് ഫോം നല്ല എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാവണം. പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പം ഇത് ഒരു ഇറിറ്റേഷൻ, സ്കിന്ന് ഐക്കൊന്നും ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ കാരണമാവരുത്. അതേപോലെ എഫക്റ്റീവ്ലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം, ഡേർട്ടിനെ റിമൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവണം. ദെൻ പ്ലസൻറ്റ് ഫ്രാഗ്രൻസ്, ഗുഡ് ബയോഡിഗ്രേഡബിലിറ്റി, ലോ ടോക്സിസിറ്റി, സ്ലൈറ്റ്ലി അസിഡിക് നേച്ചർ. അതായത് ബേസിക് സ്ലൈറ്റ്ലി അസിഡിക് എന്ന് പറയുമ്പോൾ pH <7 ആവണം. ബേസിക് എൻവയോൺമെൻ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ
weaken the hair by breaking the disulfide bonds in hair keratin. So these are the ideal properties of the shampoos. Next, ingredients in a shampoo. First, water, surfactants, example ammonium lauryl sulfate, foam boosters, example alkanolamides, thickness, carboxymethyl cellulose ഒരു എക്സാമ്പിൾ ആണ്, NaCl ഒരു എക്സാമ്പിൾ ആണ്, കണ്ടീഷനിങ് ഏജൻസ്, പ്രിസർവേറ്റീവ്സ്, ആൻറ്റി ഡാൻഡ്രഫ് ഏജൻസ്. അതിന് എക്സാമ്പിൾ എന്താ, സെലീനിയം സൾഫൈഡ്, സാലിസിലിക് ആസിഡ് ഒക്കെ. pH ബഫേഴ്സ്, സിട്രിക് ആസിഡ് എക്സാമ്പിൾ ആണ്. പിന്നെ അഡിറ്റീവ്സ്, കളറൻസ് യൂസ്, ഗ്ലിസറിൻ ഡിസ്റ്റിയറേറ്റ്, UV അബ്സോർബേഴ്സ്, ബെൻസോഫിനോൾ ഡെറിവേറ്റീവ്സ് ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഒപ്പാസിഫയേഴ്സ്, EDGS, ഫ്രാഗ്രൻസിന് കൊടുക്കുന്നതാണ് ലിമോണിൻ, ഈഥൈൽ ഐസോവാലിറേറ്റ് എക്സെട്ര. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ബ്രീഫാക്കി കൊടുത്തിട്ടുള്ളൊരു ഫിഗറാണിത്. ഷാമ്പൂവിൻ്റെ ക്ലെൻസിങ് ആക്ഷന് നമ്മൾ സോപ്പിൻ്റെ ആക്ഷൻ ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ തന്നെയാണ് ഒരു ഹൈഡ്രോഫിലിക് ഹെഡും ഹൈഡ്രോഫോബിക് ടെയിലും. ഇവിടെ കൊടുത്തത് ലിപ്പോഫിലിക് ടെയിൽ എന്നാണ്, രണ്ട് സെയിം ആണ്. സോ ഹൈഡ്രോഫിലിക് ഹെഡ് വാട്ടറുമായിട്ട് കണക്ഷൻ ഉണ്ടാവും, ഹൈഡ്രോഫോബിക് അല്ലെങ്കിൽ ലിപ്പോഫിലിക് ടെയിൽ എന്ന് പറയുന്നത് ഓയിൽ, നമ്മളെ ഹെയറിലുള്ള ഡേർട്ട് ഓയിലുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. ദെൻ അതിനെ റിമൂവ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഡിഫറെൻ്റ് ടൈപ്പ് ഷാംപൂസ് ആൻഡ് ദെയർ കോമ്പോസിഷൻസ് ആണ്. ഇതിൽ കൊടുത്തിട്ടുള്ളത് ക്രീം ഷാംപൂ, എയറോസോൾ ഷാംപൂ, ജെല്ലി ഷാംപൂസ്. അതിൽ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഹെർബൽ ഷാംപൂ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ പെർസെൻറ്റേജും. ദിസ് ഷോസ് കണ്ടീഷനിങ് ഷാംപൂസ്, 2 layer ഷാംപൂ, ബേബി ഷാംപൂ ആൻഡ് ദെയർ ingredients. Last one is anti-dandruff shampoo and its ingredients. Next topic is toothpaste. It is a substance used with a toothbrush for the purpose of cleaning the accessible surfaces of the teeth. Cleaning, polishing, removal of stains, reduce incidence of tooth decay, reduction of oral malodors. ഇതൊക്കെയാണ് ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ പർപ്പസസ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ടൂത്ത് പേസ്റ്റ്. മെയിൻലി ഇറ്റ് ഡെലിവേഴ്സ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, എക്സാമ്പിൾ ഫ്ലൂറൈഡ് ഓർ xylitol. ഇറ്റ് വിൽ ഹെൽപ്പ് ടു പ്രിവെൻറ്റ് ടൂത്ത് ആൻഡ് ഗം ഡിസീസ്. ടൂത്ത് ഡിസീസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഫ്ലൂറൈഡും xylitolൊക്കെ. അതേപോലെ ഇറ്റ് ഈസ് ഈസി ടു യൂസ്, അവൈലബിൾ ഇൻ കൊളാപ്സിബിൾ ട്യൂബ്സ്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ടൂത്ത് പേസ്റ്റ് ഉണ്ട്, വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ്, ഡീസെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റ്, അതേപോലെ കിഡ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടൂത്ത് പേസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഓറൽ ഹെൽത്തിൻ്റെ കാര്യത്തിലും ടൂത്ത് പേസ്റ്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ടൂത്ത് പേസ്റ്റിനുണ്ട്. അഡ്വാൻറ്റേജസിന് പോലെ തന്നെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസും ടൂത്ത് പേസ്റ്റിനുണ്ട്. ലാർജ് വോളിയം നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഫ്ലൂറൈഡ് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ലാർജ് വോളിയംസ് യൂസ് ചെയ്യുമ്പോൾ ഫ്ലൂറോസിസ് ഡിസീസിന് ഒരു മെയിൻ കാരണമാകുന്നുണ്ട്. മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി ടൂത്ത് പേസ്റ്റ് അതിലെയും ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് ട്രൈക്ലോസിൻ എന്ന് പറയുന്നത്. ഈ ട്രൈക്ലോസിൻ ടാപ്പ് വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ക്ലോറോഫോം ഫോം ചെയ്യും. ക്ലോറോഫോം എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഹ്യൂമൻ കാർസിനോജൻ, ക്യാൻസറിന് കാരണമാകുന്ന ഒരു കോമ്പൗണ്ടാണ്. ചില സയൻറ്റിസ്റ്റ് പറയുന്നത് അൺബോൺ ബേബീസിൻ്റെ ബ്രെയിൻ ഡാമേജ് ആവാനും ഇത് കാരണമാകുന്നുണ്ട്. പിന്നെ ടൂത്ത് പേസ്റ്റ് നമ്മൾ ടീത്ത് വൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു എഫക്റ്റീവായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് ഇനാമലിനെയും ഡെൻറ്റിനെയും ഒക്കെ ദോഷകരമായിട്ടും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ടൂത്ത് പേസ്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ കോമ്പോസിഷൻസ് ആണ്. എന്തൊക്കെ വരും? എബ്രാസീവ്സ്, ഡിറ്റർജൻസ്, വാട്ടർ, ഹ്യൂമിക്റ്റൻസ്, തിക്കനിങ് ഏജൻറ്റ്, ഫ്ലേവർ, സ്വീറ്റ്നേഴ്സ്, corrosion inhibitors. These all are the ingredients of a toothpaste. First ingredient ആണ് abrasives. It is the main component responsible for cleaning the teeth.
അബ്രസീവ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കണം? ഇറ്റ് ഈസ് ഇനഫ് ടു ക്ലീൻ ദ ടൂത്ത് ആൻഡ് അവോയ്ഡ് ഡാമേജ് ടു ടൂത്ത് സർഫസ്. ക്ലീൻ ചെയ്യാൻ വേണം, പക്ഷേ ടൂത്ത് സർഫസിന് ഡാമേജ് ഉണ്ടാവാനും പാടില്ല. ദെൻ ഇറ്റ്സ് എബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ പാർട്ടിക്കിൾ സൈസ്, ഷേപ്പ് ആൻഡ് ബ്രിറ്റിൽനെസ് ഓഫ് ദി മെറ്റീരിയൽ. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഹൈഡ്രേറ്റഡ് സിലിക്ക, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം പൈറോഫോസ്ഫേറ്റ്, ഡൈകാൽഷ്യം ഫോസ്ഫേറ്റ്, ഡൈഹൈഡ്രേറ്റ്. These all are the examples. Next, detergents. It is also a major contributor to teeth cleaning process. അതെന്താവണം? should be tasteless, non-toxic, non-irritant, producing large volume of non-gagging foam. ഇതൊക്കെ അതിൻ്റെ ക്വാളിറ്റീസ് ആവണം. ദെൻ ആൻഡ് എക്സാമ്പിൾസ് ആണ് സോഡിയം ലോറിൽ സൾഫേറ്റ്, SLS എന്നും ഷോർട്ടാക്കിയിട്ട് പറയും. സോഡിയം ലോറിൽ സാർക്കോസിനേറ്റ്. നെക്സ്റ്റ് ഹ്യൂമിക്റ്റൻസ്. ഇറ്റ് പ്രിവെൻറ്റ്സ് ടൂത്ത് പേസ്റ്റ് ഫ്രം ഡ്രൈയിങ് ഔട്ട്. ഒരു മോയ്സ്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് ഹ്യൂമിക്റ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് സോർബിറ്റോൾ, ഹൈഡ്രോജിനേറ്റഡ് സ്റ്റാർച്ച്, ഹൈഡ്രോലൈസേറ്റ്, പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ, ഇതൊക്കെ അതെ എക്സാമ്പിൾസ് ആണ്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്വീറ്റ് ആൻഡ് കൂളിനെസ് ഫീലിംഗ്, ആൻറ്റി കാരിയസ് മീൻസ് ടീത്ത് ഡീക്കേ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസസ്. നെക്സ്റ്റ് തിക്കനിങ് ഏജൻറ്റ്സ്. തിക്കനിങ് ഏജൻറ്റ്സ് ഈസ് നീഡഡ് ടു മെയിൻറ്റെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ഹൈ സോളിഡ് ഡിസ്പേർഷൻ. അതിന് എക്സാമ്പിൾസ് ആണ് സോഡിയം കാർബോക്സി, മീഥൈൽ സെല്ലുലോസ്, സാന്തൻ ഗം, കാർബോമർ, ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അതായത് ഒരു ഡിസ്പേർഷനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻറ്റ്സ്. ഭയങ്കര ലൂസായിട്ടൊന്നും പോവാതെ, നമുക്കറിയാം ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു കണ്ടീഷനില്ല, അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഫ്ലേവർ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. കൺസ്യൂമർ അക്സെപ്റ്റൻസിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇതാണ്. നന്നായിട്ട് ഫ്ലേവർ ഉള്ളത് കൂടുതൽ ചിലവാകും, അങ്ങനെയൊക്കെ പറയാറില്ലേ. ഇറ്റ് ലീവ്സ് എ ഫ്രഷ് ക്ലീൻ ഫീലിംഗ് ആഫ്റ്റർ ബ്രഷിങ്. ഇതിൻ്റെ ഫോർമുലേഷൻ, അതായത് ടൂത്ത് പേസ്റ്റ് മേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് വരുന്ന ഇൻഗ്രീഡിയൻ്റ് എന്താണ്? ഫ്ലേവറാണ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പെപ്പർമിൻറ്റ്, സ്പിയർമിൻറ്റ്, മെന്തോൾ എക്സെട്ര. നെക്സ്റ്റ് സ്വീറ്റ്നേഴ്സ്. ഇതിലൊരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ബിറ്റർ ടേസ്റ്റിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? സ്വീറ്റ്നേഴ്സ്. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതും കാർസിനോജനിക് എഫക്റ്റ് ഒന്നും ഇല്ലാത്തത്, അതായത് നാച്ചുറൽ ഷുഗർ. എക്സാമ്പിൾസ് സെക്കാരിൻ, സോഡിയം സെക്കാരിൻ, പൊട്ടാഷ്യം എയ്സ് സൾഫേറ്റ്, ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ദെൻ പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ വളരെ റെയർലി യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പ്രോപ്പർ ഫോർമുലേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് യൂസ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ദെൻ കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് കൊറോഷൻ ഓഫ് അലൂമിനിയം ട്യൂബ്സ്, അതായത് സോഡിയം സിലിക്കേറ്റ്സിൻ്റെ ഒക്കെ കൊറോഷനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നോട്ട് നീഡഡ് നൗഎഡേയ്സ് ഡ്യൂ ടു ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് ട്യൂബ്സ്. പ്ലാസ്റ്റിക് ട്യൂബ് ആയതുകൊണ്ട് അത് ആവശ്യമില്ല. നെക്സ്റ്റ് ആൻറ്റി കാരിയസ് ആക്റ്റീവ്സ്. ടീത്തിൻ്റെ ഡീക്കേയും അതേപോലെ ക്യാവിറ്റീസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഏജൻസ് ആണ് എന്ത്? ആൻറ്റി കാരിയസ് എന്ന് പറയുന്നത്. അതായത് അതിൽ ഫ്ലൂറൈഡ് അയോൺസ് ആണ് ഇത് റെഡ്യൂസ് ചെയ്യുന്നത് ബൈ റെഡ്യൂസിങ് ദ ആസിഡ് സോലുബിലിറ്റി ഓഫ് ടൂത്ത് ഇനാമൽ. എക്സാമ്പിൾസ് ആണ് സോഡിയം ഫ്ലൂറൈഡ്, സ്റ്റാനസ് ഫ്ലൂറൈഡ് ഒക്കെ. ഫ്ലൂറൈഡിന് FDA റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് 850 മുതൽ 1150 ppm വരെയാണ് സോലുബിൾ ഫ്ലൂറൈഡിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. FDA എന്നാൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അതിൽ കൂടുതൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു ഡിസഡ്വാൻറ്റേജസിന് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് ആൻറ്റി കാൽക്കുലസ് ഏജൻസ്, അതായത് വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് യെല്ലോ കളറ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സിങ്ക് ക്ലോറൈഡ്, സിങ്ക് സിട്രേറ്റ്, ടെട്രാസോഡിയം പൈറോഫോസ്ഫേറ്റ്, ഇതൊക്കെ എന്താണ്? അതിന് എക്സാമ്പിൾസ് ആണ്. ആൻറ്റി കാൽക്കുലസ് ഏജൻസിന് എക്സാമ്പിൾസ് ആണ്.